പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല. വയനാട്ടിൽ പോസ്റ്ററുകൾ വരെ ആൾക്കാർ ഒട്ടിച്ചു തുടങ്ങി. ഒരു ദുരന്തം നടന്നു, കാണാനില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഇടപെടാനായിട്ട് ഒരു എം പിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു എം പി എന്നുള്ളതാണ്. ചേച്ചി ഒരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്, കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരു എം പിയെ ശരിക്കും ആ മണ്ഡലത്തിന് ആവശ്യമുണ്ടോ? പ്രിയങ്കയെ ഗാന്ധി എന്ന് പറയുകയാണെങ്കിൽ എന്നെയും ഗാന്ധി എന്ന് പറയണം. പ്രിയങ്ക വാധ്ര, റോബർട്ട് വധരയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ ഇതനുസരിച്ച് പോകുന്ന ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ സർനെയിമാണ് എടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ സോണിയ മൈനോ അന്റോണിയോ പ്രൊണൗൺസിയേഷൻ എന്താണ് ഇതായത് ഗണ്ഡിയായത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇതിലേക്ക് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് പോകേണ്ട. കാരണം അവർ ആ ഗണ്ഡി എന്നുള്ള ഫിറോസ് ഗണ്ഡിയുടെ ഇതിനെ ഗാന്ധി എന്നാക്കിയെടുത്ത് വന്ന അത് പോട്ടെ, എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഇനി മുതൽ പ്രിയങ്ക ഗാന്ധി എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെയും പത്മജ ഗാന്ധി എന്ന് പറയണം. ഓക്കെ, ഏറ്റ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അപ്പം മാഡം റോബർട്ട് വധര എവിടുത്തെ എം പി ആണ്? വയനാടിൻ്റെ. നിങ്ങളല്ലേ പറയുന്നുള്ളൂ, അവർക്ക് തോന്നണ്ടേ? അവർക്ക് തോന്നണ്ടേ? ഒരു കുടുംബ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചേട്ടൻ 8 നില പൊട്ടും നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിന്നാലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വയനാട്ടിൽ വന്ന് നിന്ന് ജയിച്ചത്. അടുത്ത തവണ അദ്ദേഹം വയനാട്ടിൽ നിന്നു നോർത്ത് ഇന്ത്യയിൽ നിന്നു. അവിടെ ജയിച്ചപ്പോൾ ഇത് വേണ്ട, ഇതിനെ തള്ളിക്കളയും. കേരളം എന്ന് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ 20 സീറ്റുണ്ടെങ്കിലും മിക്കപ്പോഴും തന്നെ 20 സീറ്റും 19 18 കോൺഗ്രസിനാണ് എം പിമാർ പോകുന്നത്. അവർ ഞങ്ങളുടേതാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നതാണ്. അസംബ്ലിയിൽ മാറി മാറി വരെങ്കിലും പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസിനാണ് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കൊണ്ട് പെങ്ങളൂട്ടിയെ നിർത്തി. പിങ്കി മോളും പിങ്കി മോനും കൂടെ ആ ഒരു സ്നേഹം കട എന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തിയല്ലോ. സ്നേഹം കിട്ടുമോ മേടിക്കാനായിട്ട്? ഇവരുടെ വീട്ടിൽ അങ്ങനെ നടത്തുന്നത് കൊണ്ടാണ് പ്രിയങ്ക വാധ്ര ഇങ്ങോട്ടേക്ക് കാണാത്തത്. ഇതൊക്കെ കഴിഞ്ഞ് കാശ്മീരിൽ പോയിരുന്ന 50 വയസ്സായ പിങ്കിയും കൂടെ എന്തൊരു കളിയായിരുന്നു. ഐസ് വാരി എറിഞ്ഞ് കളിയൊക്കെ, അതൊക്കെ രസം. നമുക്ക് രാഷ്ട്രീയക്കാരാണെങ്കിലും അവർക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും, അവരുടെ മനസ്സിലും കളിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, കളിച്ചോട്ടെ, അതൊന്നും നമ്മുടെ പ്രശ്നമില്ല. പക്ഷെ ആ കളിയും കൊണ്ട് എം പി ആയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. ഇപ്പോഴും എവിടെയാണ് പിങ്കിമോൻ? ഞാൻ പറയാത്തതാണ്. അപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ മിസ്സിസ് വാധ്ര എവിടെയാണ്? ഇപ്പം മഷിനോട്ടക്കാർക്കൊക്കെ നല്ല കാലമാണെന്നാണ് കേൾക്കുന്നത്. ആൾക്കാരൊക്കെ അവിടെയുള്ള വയനാടിൻ്റെ ചുറ്റോട്ടുള്ള ആൾക്കാരൊക്കെ മഷിനോട്ടക്കാരുടെ അടുത്ത് പോയിരിക്കുകയാണ്, ഞങ്ങളുടെ എം പി എവിടെയുണ്ടെന്ന്. എന്താണ് പ്രിയൻ? ഇവിടെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? കോൺഗ്രസ്സിൽ മുതിർന്ന പ്രവർത്തകരില്ലാഞ്ഞിട്ടാണോ? എവിടെ നിന്നോ ഉള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് പണ്ടൊരു ബനാത് വാല എന്നും പറഞ്ഞ് മഹാരാഷ്ട്രയിലെ MLA ആയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്, വലിയ ഉയർന്ന നേതാവായിരുന്നു. MP ആവണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് പൊന്നാനിയിലേക്ക് 3 പ്രാവശ്യം പൊന്നാനിയിൽ നിന്ന് MP ആയി. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള മണ്ണിൻ്റെ മണമുള്ള എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? ഹിന്ദി में क्या बात करेंगे हम? हाँ ये काम है, हम 10th स्टैंडर्ड तक हिंदी सीखना केरला में ज़रूरी है, सो हमको थोड़ा हिंदी भी आता है. ഇതൊക്കെ പറഞ്ഞ് ശരിയാണെന്തോ? എന്തെങ്കിലും തെറ്റോടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ, കേൾവിക്കാർ ക്ഷമിക്കൂ. ആ ഒരു ഇതിലായിരിക്കും കേരളത്തിലേക്ക് എല്ലാവരും കൂടും കുടുക്കായിട്ട് വരുന്നത് അല്ലേ? ഇവിടെയുള്ള ആൾക്കാർക്ക് ഹിന്ദി മനസ്സിൽ മാത്രമല്ല, ഇപ്പം അന്യദേശ അതിഥികൾ എന്ന് പറയണ്ടല്ലോ, പിണറായി പോയതിന് ശേഷം അതിഥി തൊഴിലാളികൾ എന്ന് പറയണ്ട, അന്യദേശ തൊഴിലാളികളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി നമ്മളും കുറച്ച് थोड़ा ഹിന്ദി സിഖായ ഹംനെ. അവർ वो तो മലയാളം നഹി सीखेंगे, बात करेंगे, सो हम हिंदी में बात करना है. ഇത് അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക വാധ്രയ്ക്ക് ഇവിടെ എന്താണ് സ്ഥാനം? ഇവിടെ വന്ന് കുറേ ഫോട്ടോഷൂട്ട്, കുറേ റീലുണ്ടാക്കും, കുറേ കലണ്ടർ. അയ്യോ അതാണല്ലോ മനുഷ്യന് ഏറ്റവും ആവശ്യം. രാവിലെ എടുത്ത് ആ കലണ്ടറിൽ കൂടെ ഡേറ്റ് നോക്കുമ്പോൾ വയറ് നിറയും. ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ പിന്നെ ആ കലണ്ടറിൽ നോക്കുക, രാഹുകാലം കേതുകാലമൊക്കെ നോക്കുക, അപ്പോഴേക്കും പിന്നെയും വയറ് നിറയും. പിന്നെയും രാത്രി നോക്കുക, പിന്നെ കിടന്നുറങ്ങാം സുഖമായിട്ട്. എന്താണ് പ്രിയൻ? ഇവർക്ക് കോൺഗ്രസ്സിന് എന്തെങ്കിലും ആർജം ഉണ്ടെങ്കിൽ അവരോട് പറയൂ, ഒന്ന് രാജിവെച്ച് പോകൂ എന്ന് പറയൂ. എന്നിട്ട് ആ വയനാട്ടിൽ ഇത്രയും ദുരിതങ്ങൾ അടുപ്പിച്ചുണ്ടാകുന്ന ഒരു സ്ഥലത്ത് MP ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുപോയി ഫണ്ടാണെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിലും MP ക്കേ പറ്റുകയുള്ളൂ. കേന്ദ്ര സർക്കാർ കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ അവിടെ ആരെങ്കിലും പറയണ്ടേ?
ഇവിടെ അന്ന് കാണാണ്ട് എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവർ എഴുതി കൊടുത്തത് വെച്ചിട്ടാക്കാൻ പറ്റും. ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് അതിന് ചുറ്റും ഒന്ന് പറഞ്ഞൂടെ? ഫോട്ടോ എടുത്ത് കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഒരു എം പി ചെയ്യേണ്ടത്. ജനങ്ങളോടൊപ്പം അവിടെ താമസിക്കണ്ടേ? റിലീഫ് ക്യാമ്പുകളിൽ താമസിക്കണ്ടേ? ശ്രീ അൽഫോൻസ് കണ്ണന്താനം പ്രളയമുണ്ടായ സമയത്ത് റിലീഫ് ക്യാമ്പുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. കണ്ണാലെ കണ്ട വ്യക്തിയാണ് ഞാൻ. അതൊന്നും ടി വിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ വരാനോ വേണ്ടിയിട്ടില്ല. ജനങ്ങൾക്ക് ആ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനൊപ്പം ഞങ്ങളും കൂടി ഉണ്ടെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ നേതാവാകുന്നുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. സാരി ചുളിഞ്ഞാലോ, അല്ലേ? അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന സൽവാറിൽ അഴുക്ക് പുരണ്ടാലോ? അതൊക്കെ വളരെ കോൺഷ്യസ് ആണ്. അങ്ങനെയുള്ള ഒരു ആളെ നമുക്ക് ആവശ്യമില്ല. പ്രിയങ്ക ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവണം, കേരളത്തിലേക്ക് വരണം. ഇനി വയനാട് പോലെ ധാരാളം ദുരിതങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് സംഭവിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ശബ്ദമാകാൻ പറ്റുന്ന ആർക്കെങ്കിലും വേണ്ടി സ്വന്തം സ്ഥാനം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയങ്ക ബിസിയാണ്. കാരണം ഇന്ത്യയിൽ മുഴുവനും ഇനിയിപ്പോൾ കേരളത്തിലേക്ക് 3 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. 2029 നമ്മളുടെ MP ഇലക്ഷൻ വരുന്നത്. അതിന് 2 മാസം മുമ്പ് വന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി നോമിനേഷൻ കൊടുത്തിട്ട് പോയാൽ ജയിപ്പിച്ചു വിടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല, മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ MP ആയിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ MP ആയിട്ട് പാർലമെന്റിലെങ്കിലും പ്രവർത്തിക്കണ്ടേ? പാർലമെന്റിൽ എന്ത് ഇടപെടലാണ് നടത്തുന്നത്? വൈറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇവർക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മേന്മയ്ക്കോ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കാണിക്കാൻ കഴിയുമോ? വെറുതെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം അതിന് ആർക്കും കഴിയും. അതിന് വലിയ നേതാവൊന്നും വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ. ബ്രദർ കിധർ ഹേ എവിടെയാണെന്നറിയില്ല. അറിയില്ല. അതും വിദേശത്താണോ സ്വദേശത്താണോ, ആരുടെ കൂടെയാണ്, ഏത് ഫാമിലിയുടെ കൂടെയാണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഇവർ രണ്ടുപേരും എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഗണ്ഡി ഫാമിലിക്ക് ശേഷം പ്രളയമൊന്നും ഇന്ത്യയിൽ നടക്കില്ല. നമ്മളുടെ സംസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ പോകും. ഇവർക്ക് ശേഷം പ്രളയം വരില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കി ഇവർക്ക് കൊള്ളാം. ഇവരുടെ വിചാരം ഞങ്ങളെന്തോ ഏറ്റവും വലിയ ഇതാണ്, ഞാനൊരു MP ആയി വന്നത് നിങ്ങളുടെ മഹാഭാഗ്യമാണ്, എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടിയത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് എന്നൊരു സ്റ്റൈലിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിപ്പോൾ നമ്മുടെ പിണറായിക്ക് എന്ത് പറ്റി? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് തൂക്കി വലിച്ചെറിഞ്ഞില്ലേ? ഇപ്പോൾ ഈ കഴിയുമ്പോൾ 10 കൊല്ലം ആവും ഗണ്ഡി ഫാമിലിയുടെ ഒപ്പം നമ്മളുടെ വയനാട്ടിലെ ജനങ്ങൾ ചേർന്നിട്ട്. അവർക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് വേണ്ട, അവരവിടെ പോയി ഇരുന്നോട്ടെ തന്നെ. അവിടെ പോയാലും എന്താണ് ഇവർ പറയുന്നത്? ഇപ്പം നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള, അവർ പ്രതിനിധീകരിക്കുന്ന പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് പേപ്പറിൽ വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സഭ TV നമ്മൾ അത് കാണുന്നുണ്ടോ? ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തൊക്കെയോ പറയുന്നു, ആരൊക്കെയോ പരിഹസിക്കുന്നു. അതും നടക്കട്ടെ, അവരൊരു പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരാകുമ്പോൾ അതും വേണം. പക്ഷേ അവിടെ സംസാരിക്കാൻ കിട്ടുന്ന 70% സമയത്തിലും സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ചും അവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് മന്ത്രിമാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. കിട്ടുന്ന സമയത്ത് മുഴുവൻ ഭരിക്കുന്ന പാർട്ടിയെപ്പറ്റി കുറ്റം പറയുക. അതുകൊണ്ടൊന്നും നടക്കില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിരുന്നു സംസാരിക്കേണ്ടത് എത്ര കോടി രൂപ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കൊടുക്കും. ഉടനെ അവർ ചോദിക്കും കഴിഞ്ഞ തവണ കിട്ടേണ്ട കണക്ക് അവിടെയും ചോദിക്കും. രണ്ട് സ്ഥലത്താണ് കണക്ഷൻ ഇല്ല എങ്കിൽ പോലും ഒരു ഓഡിറ്റിംഗ് എല്ലാത്തിനുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാശ് എന്ന് പറയുന്നില്ലാണ്ട് തന്ന കാശിന് ഏത് അക്കൗണ്ടിലാണെങ്കിലും കൃത്യമായൊരു ഓഡിറ്റിംഗ് നടത്തി എത്ര രൂപ ചിലവാക്കി, എന്ത് വകയിൽ ചിലവാക്കി എന്ന് തിരിച്ചു കൊടുക്കുന്നില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളവും ബംഗാളുമാണ് ഒന്നും കൊടുക്കാത്തതെന്ന് പറയും. ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ BJPയുടെ ഭരണത്തിന് കീഴിൽ വരുന്നതിന് മുമ്പ് ബംഗാളിൽ കേട്ടോ പറയും, ഭയങ്കരമായിട്ട് ബഹളം കൂട്ടിയാൽ ബംഗാൾ എന്തെങ്കിലും കുത്തി കുറച്ച് കൊടുക്കും. അതുപോലും CPM ഭരിച്ചിരുന്ന കേരളത്തിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ഇത് ജനങ്ങളുടെ പൈസയാണ്. ഈ ഇരുന്ന് സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പൈസയാണ്, ടാക്സ് മണിയാണ്. അപ്പോൾ അതിന് കൃത്യമായൊരു കണക്ക് കൊടുക്കണം. അപ്പോൾ പ്രിയങ്ക എവിടെയാണെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ട ഒരു നന്മ എന്താണെന്ന് വെച്ചാൽ അടുത്ത തവണ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വരല്ലേ,
ഇപ്പം തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ അമ്മയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും, അമ്മയും പല പ്രാവശ്യം കർണാടകയിൽ നിന്നൊക്കെയാണ് അതെ. ജയിച്ചു പോയിരിക്കുന്നത് അല്ലേ, ബെല്ലാരിയിൽ. ബെല്ലാരിയിൽ നിന്നൊക്കെ. അപ്പോൾ അവർക്കറിയാം നോർത്ത് ഇന്ത്യയിൽ അവരെ താല്പര്യമില്ല എന്ന്. പക്ഷെ താല്പര്യം ഉണ്ടാക്കിയെടുത്ത് പൊക്കോളൂ. ഭർത്താവ് റോബർട്ട് വദ്ര താമസിക്കുന്ന സ്ഥലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയോ അല്ലെങ്കിൽ അവർ തന്നെ ഇഷ്ടംപോലെ റായ്ബറേലി ഉണ്ട്, അച്ചമ്മൻസ്, അമേഠി. അമേഠി ഉണ്ട്. അമേഠിയിൽ നിന്നാണ് ഇത്തവണ രാഹുൽ ജയിച്ചിരിക്കുന്നത്. രാഹുൽ ജയിച്ചിരിക്കുന്നത്. ആ മണ്ഡലത്തിന്റെ ഗതികേടെന്ന് അതെ. ആലോചിച്ചോളം ആ. ഇപ്പോഴും വികസനം നേരെ ചൊവ്വേ എത്താത്ത ഉം. വളരെ പാപ്പരായിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, അതുപോലത്തെയൊക്കെ. പണ്ട് വിദർഭ അതുപോലെയായിരുന്നു, ഉം. വിദർഭ അത് ഉം. കഴിഞ്ഞ് മാറി. ഉം. ഉം. ഇപ്പോ അമേഠിയുടെ അവസ്ഥ ഇപ്പോഴും അതുപോലെ. അതെ. അപ്പോൾ എന്താണ്, ഒന്ന് വരൂ പ്ലീസ്. ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. ഇനിയിപ്പോൾ വെള്ള സാരി ഉടുത്താൽ അഴുക്കാവുന്നതാണെങ്കിൽ കറുത്ത സാരി ഉടുത്തോളൂ. പിണറായി ഭരിക്കുന്നില്ല. ഫോറിൻ ട്രിപ്പിലാണോ? അതാ പറഞ്ഞ് മഷിനോട്ടക്കാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കറുത്ത സാരി ഉടുത്ത് വരാം, പിണറായി അല്ല ഭരിക്കുന്നത്, നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ പിങ്കി മോൾ ആൻഡ് മിസ്റ്റർ, പപ്പബോൻ. അതെനിക്ക് പറയാൻ ഇഷ്ടമല്ല കേട്ടോ. എന്താണ്, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. പ്രത്യേകിച്ചും പ്രിയങ്ക, കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. ഞങ്ങൾ ഞങ്ങളുടെ എം പിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ആർജവത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല, റെസ്പോൺസിബിളായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഹണിമൂൺ പീരീഡ് ഈസ് ഓവർ. 2 കൊല്ലം കഴിഞ്ഞു. താങ്കൾക്ക് ഒഴിവാകാനുള്ളൊരു അവസരം ഞങ്ങൾ തരികയാണ്. പ്ലീസ്, ഞങ്ങളുടെ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളുടെ ശബ്ദമാവാൻ പറ്റിയില്ല എന്നെങ്കിൽ ശബ്ദമുള്ളവർ ധാരാളം പേരുണ്ട്, അവരായിക്കോളൂ. പ്ലീസ് റിസൈൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്. മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.